ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. എൻടിപിസിയുടെ 1600 മെഗാവാട്ട് ലാറ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷന്റെ ഒന്നാം ഘട്ടം ഛത്തീസ്ഗഡിലെ റായ്ഗഡിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിക്കും. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും നാളെ നടക്കും. താപോർജ്ജ നിലയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ ചെലവിന് 15,800 കോടി രൂപയാണ് കണക്കാക്കുന്നത്. സ്വാശ്രയ ഇന്ത്യയുടെ കരുത്തിൽ വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാരാണസിയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഖാർക്യാങ് മേഖലയിലെ ഉത്തർപ്രദേശ് വ്യവസായ വികസന അതോറിറ്റിയുടെ വിവിധ വികസന പദ്ധതികളും ബനാറസ് കാശി സങ്കുൽ പാൽ ഉൽപാദന കേന്ദ്രവും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. സന്ത് ഗുരു രവിദാസിന്റെ 647ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുപരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഗുരുവിന്റെ പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു. ഇന്ന് രാവിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഇന്ത്യ ലോകത്തിന് വികസനത്തിന്റെ മാതൃക കാണിക്കാൻ പോവുകയാണെന്നും വ്യക്തമാക്കി. നക്സലിസത്തെ തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രത്യാക്രമണ തന്ത്രമാണ് സ്വീകരിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മതിയായ ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യങ്ങളും നൽകി കേന്ദ്ര സർക്കാർ നക്സലിസ ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഉപയോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് പ്രത്യേക വൈദ്യുതി കണക്ഷനുകൾ അനുവദിക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ കുറച്ചു. ഭേദഗതി ചെയ്ത വൈദ്യുതി ചട്ടങ്ങൾ അനുസരിച്ച് മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ സമയപരിധി 7 ദിവസത്തിൽ നിന്ന് 3 ദിവസമായും മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 15 ദിവസത്തിൽ നിന്ന് 7 ദിവസമായും ഗ്രാമപ്രദേശങ്ങളിൽ 30 ദിവസത്തിൽ നിന്ന് 15 ദിവസമായുമാണ് കുറച്ചത്. മീറ്റർ റീഡിംഗുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചാൽ 5 ദിവസത്തിനകം അധിക മീറ്റർ സ്ഥാപിക്കണമെന്ന് വൈദ്യുതി മന്ത്രാലയം നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. പൊങ്കാല ഉത്സവത്തിന്റെ 7ാം ദിനമായ ഇന്നും ദർശനത്തിനായി ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിലും പരിസരത്തും അനുഭവപ്പെടുന്നത്. മറ്റന്നാൾ രാവിലെ 10:30 അടുപ്പുവെട്ട് നടക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ തയ്യാറെടുപ്പുകളാണ് തലസ്ഥാന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്ന എല്ലാവരും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കണം. ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് മെഡിക്കൽ ടീമുകൾ ആംബുലൻസ് സേവനം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് 10 സീറ്റിലും എൽഡിഎഫ് 9 സീറ്റിലും വിജയം നേടി. എൻഡിഎ 3 സീറ്റുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി 1 സീറ്റിലും വിജയിച്ചു. കായംകുളത്ത് കെഎസ്ആർടിസി ബസ് യാത്രയ്ക്കിടെ കത്തിയമർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സമയോചിതമായി ഇടപെട്ട ഡ്രൈവറെയും കണ്ടക്ടറെയും മന്ത്രി അഭിനന്ദിച്ചു. ഇന്ന് രാവിലെയാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് തോപ്പുംപടിക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസിയുടെ നീളമേറിയ വെസ്റ്റിബ്യൂൾ ബസ് കായംകുളത്ത് വച്ച് കത്തിയമർന്നത്. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദിവാസി ദളിത് വിഷയങ്ങളിൽ നടത്തുന്ന മുഖാമുഖം പരിപാടി നാളെ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. എസ്എസ്എൽസി സെക്കൻഡറി ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി. പരീക്ഷാ ഭവനിൽ നേരിട്ടെത്തി മന്ത്രി ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം ഈ മാസം 27 വരെ നീട്ടി. ഇന്ന് ആറ്റിങ്ങൽ, വർക്കല എന്നിവിടങ്ങളിലാണ് പര്യടനം നടന്നത്. കോഴിക്കോട് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും മാനിപ്പുരത്തുമായിരുന്നു ഇന്നത്തെ പര്യടനം. കൊച്ചിയിൽ പനമ്പള്ളി നഗർ, മൂലംകുഴി എന്നിവിടങ്ങളിലാണ് യാത്ര ഇന്ന് എത്തിച്ചേർന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിന് 20 കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പദ്ധതി ഗുണഭോക്താക്കൾക്ക് നൽകിയ സൌജന്യ ചികിത്സയ്ക്ക് സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ എന്നിവയ്ക്ക് ചികിത്സാ ചിലവ് മടക്കി നൽകാൻ തുക വിനിയോഗിക്കും. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ കിഫ്ബി 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. അരുണാചൽ പ്രദേശിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ഗോവയെ നേരിടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗോവ 2 ഗോളുകൾക്ക് മുന്നിലാണ്. ആദ്യ മത്സരത്തിൽ അസമിനെ 1-നെതിരെ 3 ഗോളുകൾക്ക് കേരളം പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടന്ന ഗ്രൂപ്പ് എ മത്സരങ്ങളിൽ രാവിലെ സർവീസസ് മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് ആതിഥേയരായ അരുണാചൽ പ്രദേശിനെ തകർത്തു. ഉച്ചയ്ക്ക് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ അസം 2-1 മേഘാലയയെ തോൽപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.